വീണ്ടും വീണ്ടും ജിസയില് ബിഗ് ബോസിന്റെ നിയമങ്ങൾ തെറ്റിച്ചോണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും മേക്കപ്പ് സാധനങ്ങൾ ഇടുന്നു എന്ന് പറഞ്ഞ് വീട്ടില് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയിരിക്കുകയാണ്. ഫുൾ റിലേയും അനീഷിന്റെ പോയിരിക്കുകയാണ്. അതുപോലെ അനീഷിന്റെ ഇരട്ടത്താപ്പ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. അപ്പം ഇന്ന് എനിക്ക് മനസ്സിലായത് അനീഷ് എന്നൊരു പറയുന്ന അനീഷിന് എല്ലാവരും ഇന്ന് കീറി വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷിഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഡേ 10 എപ്പിസോഡ് 11 റിവ്യൂയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന് സ്ഥിരം തന്നെ മോർണിംഗ് ഡാൻസ് തന്നെയാണ്. പിന്നെ മോർണിംഗ് ഡാൻസ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ശാരീരികം എന്തോ ഒരു ചെറിയ രീതിയിൽ കിച്ചനായിട്ട് ബന്ധപ്പെട്ടതൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ 10 മണിയായപ്പോഴത്തേക്കും ഷാനവാസിന്റെ അടുത്ത് ജിസൈനിന്റെ ഓർണമെന്റ്സിന്റെ കാര്യങ്ങൾ പറയണം. ആദില നോറയും അനുമോളും ഷാനവാസിനെ സംസാരിക്കുകയാണ്. എന്തോ ഓർണമെന്റ്സ് എന്തൊക്കെയോ ഉണ്ട്, എന്താണ് ബ്രേസ്ലെറ്റോ മാല എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നത്, അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. 12:35 ആയപ്പോഴത്തേക്കും നമ്മുടെ അനുമോൾ കിടന്ന് ഉറങ്ങുന്നു. ബോ 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 പട്ടി ഉരയ്ക്കുന്നു അനുമോള്. ഇതിപ്പോ ഈ ആഴ്ചയില് എത്ര പ്രാവശ്യം പട്ടി ഉരച്ചെന്ന് അറിയോ? 3-4 പ്രാവശ്യം. ഇന്നലെ 2 പ്രാവശ്യം ശരത്ത് ഉറങ്ങിയപ്പോഴും അനുമോളിലാണ് ഉറക്കം പറ്റാത്തത്. അനുമോൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അനുമോള് നിയമം തെറ്റിക്കുന്ന ഞാൻ പറയട്ടെ. ഇപ്പൊ ജിസയിലോട്ട് നിയമം തെറ്റിച്ചു. എന്താണ് ജിസയില് മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നവരൊക്കെ സമ്മതിച്ചു. ഈ അനുമോള് കുരയ്ക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫണ്ണി ആയിട്ട് എടുക്കുന്നുണ്ട്. എടാ നീ ഉറങ്ങിയില്ലേടാ, വലിയ രീതിയിൽ അത് ഭൂകമ്പം ഉണ്ടാക്കുന്നില്ല. പക്ഷെ അനുമോള് ആണെങ്കിൽ ജിസേലിന് തലയിൽ കയറുന്നുണ്ട്. ഇപ്പൊ അനുമോള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പ്രാവശ്യം ഉറങ്ങി. ഇപ്പൊ ഈ പട്ടി ഉരച്ചതില് കൂടുതലും കിട്ടിയിരിക്കുന്ന അനുമോളിലാണ്. ഇന്ന് പിന്നെ ഒരു ദിവസം എന്താണ് നമ്മളുടെ ബീൻസിയുടെ കൂടെ ഇങ്ങനെ സോഫയിൽ ഉറങ്ങിയപ്പോഴും പട്ടി ഉരച്ച്. അപ്പൊ അനുമോള് തെറ്റിക്കുന്നതിനൊന്നും പറയുന്നില്ല. ബിഗ് ബോസും വീക്കെൻഡിലും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് അറിയൂടാ. അവർ പട്ടി വരയ്ക്കുന്ന കേസ് ഇതേ വീക്കെൻഡിൽ ഇതേലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഈ വീക്കെൻഡ് പറയുമായിരിക്കും, അറിയില്ല. 1:10 ജിസേനോട് സാധനങ്ങൾ എടുത്തു എന്ന് ചോദിക്കുന്നു. എന്താണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിനെ പറ്റി ബിൻസി, ശരത്ത്, ബിന്നി, ശാരിക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ലിവിങ് ഏരിയയില് എന്താണ് അയാൾ പുള്ളിക്കാരൻ നല്ലൊരു അഭിനയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ചാല് ഒരു എന്താണ് ഷാനവാസിനെ പറ്റി കുറ്റം തന്നെ പറയുന്നു അവരുടെ ഇടയില്. പിന്നെ എന്താണ് 1:50 നമ്മുടെ നെവിനും അനുമോളും രനയും ഗെയിം കളിക്കുന്നു. അവരൊരു എന്തൊരു അക്കത്തിക്കുത്താനോ അങ്ങനത്തെ ഗെയിം കളിക്കുന്നു. കാരണം അവർക്ക് ബോറടിച്ചിട്ട് പോയി. അത്രയ്ക്കും ബോറാണല്ലോ അവര്. അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവര് മറ്റേ നെവിന്, അനുമോള്, രേണു, ശൈത്യാണെന്ന് തോന്നുന്നു, ഇവരിടുന്ന അക്കത്തിക്ക് എന്തോ കൈ വെച്ചിട്ടുള്ള അത് കളിച്ചോണ്ടിരിക്കുകയാണ്. അതെനിക്കറിയില്ല കേട്ടാ. അപ്പൊ അവരൊന്നും കളിച്ചോണ്ടിരിക്കുന്നു. 1:56 മിഡ് വീക്ക് സസ്പെൻഷൻ കോൾഡ് വാർ എന്ന് പറയുന്ന ഇത് വരെയാണ്. കോൾഡ് വാർ എന്താണെന്ന് വെച്ചാല് ഫ്രിഡ്ജ് ഇവർക്കൊരു 6 ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ടാവും. 6 ഫ്രിഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ട് കുറെ വസ്തുക്കൾ ഉണ്ടാവും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പാവ, തലങ്ങണി, അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്താണ് പില്ലോസ് എല്ലാം ഇരിക്കുമ്പോൾ ഇവർ പറയുന്ന വെച്ചാല് സാധനങ്ങൾ മാക്സിമം നിറച്ചു കൂട്ടുക എന്നുള്ള ടാസ്ക് ആണ്. ഈ ഫ്രിഡ്ജിന്റെ അകത്ത് സാധനങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം കൂട്ടി വെക്കുക എന്നതാണ് സംഭവം. അപ്പോൾ ടാസ്ക് തുടങ്ങുന്നു. എന്താണ് എല്ലാവരും ഫ്രിഡ്ജിലേക്ക് ഓടിപ്പോയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നു. സാധനം ഓടിപ്പോയിട്ട് പിന്നെ ഓട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ ഓട്ടം ഒന്നുമല്ല. എല്ലാവരും തിരക്കാണ്, എന്തെങ്കിലും കുത്തിക്കയറ്റുള്ള രീതിയിൽ. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഫ്രിഡ്ജിന്റെ അകത്ത് പാവയും തലങ്ങനെയൊക്കെ കൊണ്ടു വെക്കുമല്ലേ, കുറച്ചൊക്കെ ലോജിക് വേണ്ടേ എന്ന് നോക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഓ ശരിയാണ്, ഭക്ഷണമാണ് എടുത്തു വെക്കുന്നത്. സാധാരണ നമ്മളൊരിക്കലും അങ്ങനെ എന്താണ് ഭക്ഷണം എടുത്തു വെച്ചത് മാത്രം അവര് എണ്ണി പാവകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ചിന്തിക്കാന്നുള്ളു. കാരണം എല്ലാത്തിലും ഇവർ കൊടുക്കുന്ന എല്ലാത്തിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. സാധനം കുത്തി നിറയ്ക്കാന്ന് പറഞ്ഞു നോക്കിയേ. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു ഇതൊക്കെ ഇട്ട് തരും. അപ്പൊ അവര് ശ്രദ്ധിക്കണം ഫ്രിഡ്ജില് അകത്ത്. പക്ഷെ അവിടെ ഒരാള് ശരത്തിൽ അക്ബർ ഖാനും ഷാനവാസും ആയിരുന്ന ടീമില് അവര് വിചാരിച്ചു, അയ്യോ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളുടെ പാവയല്ലല്ലോ, വസ്തുക്കളല്ല, അപ്പൊ അതൊക്കെയാണ് എന്നുള്ള അവര് ചിന്തിച്ച് ചെയ്തു. അങ്ങനെ
ഒനീലിന് 47 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പൊസിഷനിൽ 6 പോയിന്റ് കിട്ടുന്നു. 37 സാധനങ്ങൾ റെനയുടെ ടീം എടുത്തു വെച്ചു, 5 പോയിന്റ്സ് കിട്ടുന്നു. 32 പോയിന്റ്സ് രേണുസുതി എടുത്തു വെക്കുന്നു, 4 പോയിന്റ്. 24 വസ്തുക്കൾ എടുത്തു വെച്ചുകൊണ്ട് അനീഷിന് 3 പോയിന്റ്സ് കിട്ടുന്നു. 23 സാധനങ്ങൾ സരികയ്ക്ക് വേണ്ടി ടീം എടുത്തു വെച്ചു, 2 പോയിന്റ് കിട്ടുന്നു. 19 സാധനങ്ങൾ ശാരികയ്ക്ക് വേണ്ടി ടീം എടുത്തു വെച്ചു, 1 പോയിന്റ് കിട്ടുന്നു. ഇത്രയാണ് ഇപ്പോൾ ഇവരുടെ ടാസ്കിലെ പോയിന്റ്സ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 4:55 ആയപ്പോഴത്തേക്കും ഒരു ബിഗ് ബോസ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ തൃപ്തരല്ല, ഹാപ്പി അല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പറയുക എന്നുള്ളൊരു അവസരം നിങ്ങൾക്ക് തന്നെയാണ്. ഇതിപ്പോ നമ്മൾ കേട്ടു എന്നുവെച്ചാൽ ഈ ബിഗ് ബോസ് പറയുന്നത് പറയാണ്, ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ തൃപ്തനല്ല നിങ്ങളുടെ ടീമിനെ, അപ്പൊ അത് എന്തായാലും ഇവിടെ പറയാന്ന് ചോദിച്ചു. ഒരു അടി ഉണ്ടാക്കാനുള്ള ഒരു വേലയായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഒനീൽ വന്നിട്ട് ഞാൻ ഹാപ്പിയാണ്, ഇവരുടെ എഫോർട്ട് അവർ നല്ലോണം എടുത്തിട്ടുണ്ട്, അപ്പൊ ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നു. ശാരിക പറയാണ്, ഞാൻ ബിന്നിയുടെ കേസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ അതിലൊരു അത്യാവശ്യം കളിച്ചു എന്നിട്ട് ബിന്നി ശാരികയും തമ്മിൽ ചെറിയ രീതിയിലൊരു വരസലുണ്ടാവുകയാണ്. അത് കഴിഞ്ഞത്തേക്കും അനീഷ് പറയാണ്, അനീഷ് ആദ്യം സാറ്റിസ്ഫൈഡ് ഇപ്പൊ തന്നെ സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന രീതിയിൽ പറയുമ്പോഴത്തേക്ക് അവസാനം പറയുന്നു ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ അനീഷ്, ഇന്നലെ അനീഷ് പറഞ്ഞത്, ഇന്നലെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞ അപ്പൊ തന്നെ പറഞ്ഞത് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ഈ ഒരു ടാസ്കിൽ, ഇവർ ചെയ്ത ടാസ്കിൽ എന്ന് പറഞ്ഞപ്പോ ഇന്ന് വന്നപ്പോ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയേണ്ടത്. കാരണം ഇന്നലെ ഒട്ടും പോയിന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നാണ് കുറച്ചെങ്കിലും പോയിന്റ് എനിക്ക് കിട്ടിയത്. എന്ത് ചെയ്യാനാ? എന്നിട്ട് ഇത് ശരത്തും അനുമോളും വന്ന് പ്രശ്നമാക്കുന്നു. എടോ തനിക്ക് മനുഷ്യത്വം ഇല്ലേടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുകയാണ്. ഇതില് ശരത്തും അനുമോളും പറഞ്ഞൊരു പോയിന്റ് ആണ് പിന്നെ അനീഷിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അവിടെ മുതൽ അനീഷിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ പറയാം, വേറൊന്നുമല്ല, ഈ ശരത്തും അനുമോളും പോകുന്ന സമയത്ത് ഇവരോട് പറഞ്ഞു, ഈ ശരത്തിനോടും അനുമോളിനോടും അനീഷ് പറഞ്ഞു നിങ്ങൾ കൈ കിട്ടുന്ന എന്ത് സാധനമാണോ എടുത്തു വെച്ചേക്കണം, ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അനുമോള് ശരത്തിനോട് പറഞ്ഞു നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഇവർക്ക് ശരത്തിനും അനുമോളും ഒരു പോയിന്റ് ആവുകയും ചെയ്തു. അനീഷ് പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, അനീഷ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവര് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുകയാണ്. എനിക്കതാണ് തോന്നിയത്. കാരണം അനീഷ് ഇതിൽ മനുഷ്യത്വം കാണിച്ചില്ല. അവരത്രയും നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ അനീഷിന് വേണ്ടിയിട്ട് ശരത്തും അനുമോളും വന്നിട്ട് അയ്യോ അനുമോള് ഇത് ഇടാതെയാണ് പോകുന്നത്, ഇത് ഇടാതെ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും എടുക്കാന്നുള്ള രീതിയിലാണ്. കാരണം അനുമോള് അവിടെ നല്ല രീതിയിൽ പോയിന്റ് കൂട്ടണം എന്നുള്ള രീതിയിൽ പോയി. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇതൊന്നും ഇടാതെ പോയത്. അനുമോളി കയ്യിലുള്ള സാധനങ്ങളും ഇതൊന്നും ഇടാതെ എങ്ങനെയെങ്കിലും പോയിന്റ് കൂട്ടി കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് അനുമോൾ പോയത്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ അനീഷ് ഇന്ന് പറഞ്ഞത് ഭയങ്കര മോശമായിട്ട് തോന്നി. ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അനീഷ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അനീഷിന് ഈ സമയം മുതൽ അനീഷിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. അനീഷിന് ഇന്നൊന്നും ശരിക്കും പറഞ്ഞ കണ്ടന്റ് ഇല്ല. അതാണ് സംഭവം. അപ്പോ ഇത് ഭയങ്കര അക്ബറും ഈ കാര്യത്തിൽ ഇടപെടുന്നു. നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ ഭയങ്കര ആയിട്ട് ഒച്ചുണ്ടാക്കുന്നു. അപ്പത്തേക്ക് ബിഗ് ബോസ് പറയുന്നു മതി നിങ്ങൾ ഇരിക്കും, നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അയ്യോ ഒന്ന് ഇരുന്ന് നമ്മളൊന്ന് കാര്യം പറഞ്ഞൊന്ന് ഇതാക്കാൻ പറയുമ്പോഴേ അപ്പത്തേക്ക് വഴക്കുണ്ടാക്കുന്ന രീതിയിൽ ബിഗ് ബോസിന്റെ മനസ്സിലാവും. കാരണം ബിഗ് ബോസ് പറയുമ്പോൾ മനസ്സിലാവും ആ ഒരു ടോൺ, അയ്യോ നിങ്ങൾ ഇരിക്കും മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള അത് സമാധാനിപ്പിക്കുന്ന രീതിയിൽ. അപ്പൊ പരിഹാരം എന്താണെന്ന് വെച്ചാല് ഈ 6 മിഡ് വീക്ക് എവിക്ഷനിൽ നിൽക്കുന്ന 6 പേരെ മാറ്റിയിട്ട് ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ടീം ഷഫിൾ ചെയ്യണമെന്ന് തോന്നുന്നു ചോദിച്ചോ. നമുക്ക് ഈ ആൾക്കാരെ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് മാറ്റാനുള്ള ഒരു അവസരമാണ്. വേറൊന്നുമല്ല, ബൗളിൽ ഇത്രയും പേരുടെ പേര് ചെയ്തും നമ്മൾ എടുക്കും, ആരുടെ പേരാണോ അതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മുൻപ് കിട്ടിയ അതേ ആൾക്കാരെ ഇട്ടാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എടുക്കുമെന്ന് പറയും. ഇതാണ് സംഭവം. അങ്ങനെ രേണ ഫാത്തിമ പേപ്പർ എടുക്കുന്നു. ബിന്നീനെയും ശരത്തിനെയും കിട്ടുന്നു. സരിക എടുക്കുന്നു. സരിക എടുക്കുമ്പോൾ അക്ബറിനെയും പിന്നെ ആരെ കിട്ടുന്നത്? അക്ബറിനെയും ആര്യനെയും കിട്ടുന്നു. അല്ലല്ല, അക്ബർ ആര്യനല്ല,
അക്ബറും അഭിലാഷും സോറി അയ്യോ അക്ബറും അനുമോളും സോറി തെറ്റിപ്പോയി. അക്ബറിനും സരീഖ് എടുക്കുമ്പോൾ അനുമോളെയും അക്ബറിനെയും കിട്ടുന്നു. രേണുസുദ് എടുക്കുമ്പോൾ ഷാനവാസിനെയും നെവിനെയും കിട്ടുന്നു. ഷാരിഖ് എടുക്കുമ്പോൾ ബിൻസിനെയും അഭിലാഷിനെ കിട്ടുന്നു. ഒനീൽ എടുക്കുമ്പോൾ ജിസൈൽ ആര്യൻ ഒരുമിച്ച് തന്നെ കിട്ടുന്നു എപ്പോഴും. പിന്നെ അനീഷ് എടുക്കുമ്പോൾ ഷൈത്യനും ആദില നോറേനും എടുക്കുന്നു. അതിനുശേഷം 5:25 ആയത്തേക്ക് അനീഷ് ന്യായീകരിക്കുകയാണ്. അവർ ആത്മാർത്ഥമായിട്ടല്ല ടാസ്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അനീഷ് ഭയങ്കര രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്തിനാണെന്ന്. പിന്നെ 5:55 ആയപ്പോഴത്തേക്കും അടുക്കളയില് ഷാനവാസും അനീഷ് നമ്മളൊരു ഇഷ്യൂ വേറെ ഒന്നുമല്ല. ഈ നിവിൻ അടുക്കളയിൽ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നത് അടുക്കളയിലുള്ള ക്യാപ്റ്റനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് നിങ്ങൾ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്യാപ്റ്റൻ തന്നേക്കണമെന്നില്ല, നിങ്ങൾക്ക് അതിന് പറയാം, നിങ്ങൾക്ക് ക്യാപ്റ്റനോട് പറയാം, പിന്നെ ഒരു പഴമഴിഞ്ഞായ ക്യാപ്റ്റൻ നിന്നോട് നിൽക്കുന്നതെന്ന് പറയുന്നു. അത് ഷാനവാസ് നൈസായിട്ട് അനീഷിൽ നിന്ന് കൊട്ടിയതാണ്. എന്നിട്ട് ഷാനവാസ് അവിടെ പോയത്തേക്കും അനീഷ് പറയാണ് അടുക്കളയിൽ ഒരു ക്യാപ്റ്റനെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ പ്രശ്നം ചെറിയ രീതിയിൽ പറയുന്നു. അപ്പോഴത്തേക്കും അവിടെ വലിയ രീതിയിൽ ഇഷ്യൂ ഒന്നും ആവുന്നില്ല. ഷാനവാസ് പോയിട്ട് എനിക്ക് വിഷമായോ സോറി എന്ന് പറഞ്ഞു പോകുന്നു. 6:10 ആയപ്പോഴത്തേക്കും അനീഷ് ചോറ് കളയട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അനീഷിനോട് ചോറ് കളയട്ടെ നിൽക്കുമ്പോ അയ്യോ വേണ്ട ഷാനവാസ് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി ആ ചോറിന് ഉച്ചക്ക് ഭയങ്കര മഹത്വമായിട്ട് പറഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് ശരത്ത് പറയാൻ നിനക്ക് നിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിക്ക് സമ്മതിക്കുക. എന്നിട്ട് അനീഷ് ആണെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നേ വെറുതെ ഒരു വഴക്ക്. ഞാൻ പറയട്ടെ അനീഷിന്റെ കയ്യിൽ നിന്ന് അത് പോയതാ. സത്യം പറയല്ലോ, നമുക്കത് കാണുമ്പോ തന്നെ മനസ്സിലായി അനീഷ് അയ്യോ സാധനം എന്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്ത്. ഇപ്പൊ ആ ഒരു ദേഷ്യമാണ് ശരിക്കും. ആ ഒരു പോകുമ്പോ നമ്മൾ ഇവരെ പോലെ തോറ്റു കൊടുക്കരുത് എന്നൊരു ചിന്ത വരൂലേ, അങ്ങനെ അതുകൊണ്ടാണ് അനീഷ് അവിടെ ദേഷ്യപ്പെടുക. ഭയങ്കര അനാവശ്യമായിട്ട് ദേഷ്യം. നമ്മുടെ അനീഷിനെ കൊണ്ട് അനീഷ് ഈ ചൊറി നിർത്തിയാൽ മതി. ടാസ്ക് തരണം കളിക്കുന്നുണ്ട്, മൈൻഡ് ഗെയിമിൽ പോവുകയാണെങ്കിൽ അടിപൊളിയാണ് അനീഷ്. എനിക്കറിയാൻ പാടില്ല അനീഷ് കാണിക്കുന്നത്. എന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, എനിക്കറിയാൻ പാടില്ല പുറത്ത്. ഒന്നും പറയുന്നില്ല ഞാൻ. 7:10 ആയപ്പോഴത്തേക്കും ജീവിതകഥ തുടങ്ങുന്നു. ഈ പ്രാവശ്യം സരികയും അഭിലാഷും നെവിന്റെ ജീവിത കഥയാണ്. അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല കേട്ടോ, കാരണം അവരുടെ ജീവിതകഥ നിങ്ങളത് കണ്ടു തന്നെ പറയണം. നമ്മൾ അവരുടെ കഥ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസം. ഇപ്പോൾ അവർ പറഞ്ഞ കഥ നമ്മൾ പറഞ്ഞ് നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ മാറും. അതുകൊണ്ട് അവരുടെ കഥ നിങ്ങൾ തന്നെ പോയി കാണുക എന്ന് ഞാൻ പറയുന്നു. പിന്നെ 9 കാലത്തേക്കും ഷാരികയും ബിൻസിയും സംസാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ആ ടാസ്കിന്റെ പേര് പറഞ്ഞിട്ട് ഒരു സംസാരിച്ച് ഓക്കെ ആവുകയാണ് അവര്. പിന്നെ ജിസയിലും അനുമായിട്ടുള്ള വഴക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങി. ഇവിടെ നിന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ജിസയിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ട് പ്രശ്നമൊക്കെ ആവുകയാണ്. അപ്പൊ ജിസയിൽ ചോദ്യം ചെയ്യുന്നത് നിന്റെ ചുണ്ടിൽ എന്താ, നിന്റെ ചുണ്ടിൽ മേക്കപ്പ് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതൊരിക്കലും ബീട്രൂട്ട് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളും ജിസയിലും ഭയങ്കര ഇഷ്യൂ ആവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദില നോറയും വരുന്നു. ആദില നോറയും അനുവും ജിസേലിനെതിരെ നിൽക്കുന്നു. പിന്നെ ബെഡ്റൂമിൽ പോയിട്ട് ഇവർ അന്വേഷിക്കുന്നു സാധനങ്ങൾ, ജിസേലിന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും നോക്കുകയാണ്. പിന്നെയും 10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പ് ഇഷ്യൂ തന്നെയാണ്. വീണ്ടും മേക്കപ്പ് ഇഷ്യൂ. ഇന്ന് അത്രയും പകുതിയോളം മേക്കപ്പ് ഇഷ്യൂവിലാണ് പോയത്. ഞാൻ പറയട്ടെ, ജിസയിലാണ് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം, ലാലേട്ടൻ കൊടുക്കണം. ഒന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ഇനി കൊടുക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ജിസൈലിന് കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലാക്കണം. അങ്ങനെയൊക്കെ ആക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഓരോരുത്തർക്കും ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. ഇപ്പൊ അനുമോൾ അങ്ങനെ പറഞ്ഞ വെച്ചാല് അവർക്ക് ഇടാൻ പറ്റിയില്ല. ഇപ്പൊ അവർക്ക് ഇടാൻ പറ്റിയില്ല, നമ്മള് നിയമം പാലിക്കണം. അവർക്ക് കുശുമ്പായതല്ല, അനുമോള് കുശുമ്പാവുന്നതല്ല. അതിപ്പോ ജിസേൽ പറഞ്ഞു നിങ്ങൾക്ക് കുശുമ്പാണ് ഞാൻ മേക്കപ്പ് ഇടാം, അതൊന്നല്ല. പറയട്ടെ, ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പോയിന്റ്സ് ആണ്, ഇവരുടെ ഭക്ഷണം വരുന്ന പോയിന്റ്സ് ആണ് പോകുന്നത്. അത് ഓർത്തിട്ടാണ് ഈ അനുമോളും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ജിസേൽ മനസ്സിലാക്കുന്നില്ല. പിന്നെ ജിസേലിന് ഭക്ഷണം വേണ്ട, അതാണ് ജിസേലിന്റെ ഏറ്റവും വലിയൊരു ഇത്. ജിസേലിന് അധികം ഭക്ഷണം വേണ്ട, ജിസേൽ ഒരു ചായ കിട്ടിയാൽ മാത്രം മതി, ജിസേൽ ഓക്കെയാണ്. അതേപോലെയാണ് നാളത്തെ പ്രൊമോ എന്താണെന്ന് വെച്ചാൽ ഈ ഡൈനിങ് ഏരിയയിൽ വന്നിട്ട് ശരത്ത് അനീഷായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. സ്ഥിരം കാണുന്ന സാധനം തന്നെ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അനീഷ് പോസിറ്റീവ് ആവും, ശരത്ത് നെഗറ്റീവ് ആവും എന്ന് തോന്നുന്നു. പിന്നെ
എന്താണ് ആ ഒരു ഇതിൽ തന്നെ ഷാരികയും ഷാനവാസ് തമ്മിലും ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ഷാനവാസ് പറയുന്നു നിന്റെ ഹോട്ട് സീറ്റ് ഒക്കെ അങ്ങ് പുറത്ത് മതി, ഇവിടെ വേണ്ടെന്ന് പറയുന്നു. പ്രൊഫഷനെ പറ്റി എന്തൊക്കെയോ പറയുന്നത് അറിയത്തില്ല. നാളെ പ്രൊമോ ആയിട്ട് ഈ ഒരു സംഭവത്തിൽ മാത്രം വലിയ ഇത് കാണത്തുള്ളൂ. വലിയ ടാസ്ക് ആയിട്ടൊന്നും കാണിച്ചില്ല. ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചേനെ. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നാളെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരെയും ബൈ.